ഹലോ എവരി വൺ, വെൽക്കം ടു കാറെക്സ്. ന്യൂ ബ്രീഡ് ഓഫ് SUV, ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാവുന്ന ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് SUV ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഗ്രാൻഡ് വിറ്റാറ. യെസ്, അപ്പൊ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ ഇത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇന്റലിജന്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന വെഹിക്കിൾ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതിന്റെ ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പം നമുക്ക് ഡിസൈനിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും വെഹിക്കിളിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് തന്നെ പക്ക ആ ഒരു SUVക്ക് വേണ്ട ആ ഒരു എല്ലാ ലുക്സും കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ആ ഒരു മാസ്കുലിൻ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ബോണറ്റിൽ വന്നിട്ട് ഈ രണ്ട് പവർ ലൈൻസ് വരുന്നുണ്ട്. അത്യാവശ്യം ബോണറ്റ് നല്ല റേസ് ചെയ്ത് നിൽക്കുന്ന SUVക്ക് വേണ്ട ആ ഒരു സ്റ്റൈൽസ് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല റേസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാൻസ് വരുന്ന ഒരു രീതിയിലാണ് ബോണറ്റ് വരുന്നത്. പിന്നെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും തൊട്ട് താഴെ വരുമ്പോഴത്തേക്കിനും നല്ല ഈ ഒരു ക്രോം ഫിനിഷിലാണ് ഈ ഒരു ഗ്രില്ലിന്റെ ചുറ്റിനും വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ക്രോം എലമെന്റിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുന്ന ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് വരുന്നത്. ഇവിടെ സുസുക്കിയുടെ നല്ലൊരു വലിയ വലുപ്പത്തിലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ 360യുടെ ക്യാമറ കാണാം നമുക്ക്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു 3 സ്ലോട്ട്സ് ആയിട്ട് വരുന്ന ഒരു DRL ആണ് വരുന്നത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ലൈറ്റിലായതുകൊണ്ടാണ് DRL ഓൺ ആണ്. പിന്നെ ഹെഡ്ലാമ്പ്സ് വരുന്നത് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ്. അതിന് ചുറ്റിനും വേണ്ടി ഇങ്ങനെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും എയർ ഡാം ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് എയർ ഡാം വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ പ്ലേറ്റ് ഇവിടെ ആണ് വരുന്നത്. പിന്നെ താഴെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ വരുന്ന ഒരു ഭാഗമാണ്. അതൊരു ഡാർക്ക് ഗ്രേ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഹൈബ്രിഡ് വെഹിക്കിൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്ക് ഫിനിഷ്, അതായത് ഈ സൈഡിലുണ്ട്. ഞാൻ സൈഡ് ഡിസൈൻ വരുമ്പോൾ കാണിക്കാം. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് നമുക്ക് പെട്ടെന്ന് ഹൈബ്രിഡ് വെഹിക്കിൾ ആണെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഡിസൈനിന്റെ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. നോർമൽ മൈൽഡ് ഹൈബ്രിഡ് വെഹിക്കിൾ ഉണ്ട്. ആ മൈൽഡ് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഗ്ലോസി ഫിനിഷ് വരത്തില്ല. ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ചുറ്റിനും ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അത് പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്കിലും സൈഡിലും ഒക്കെ ഈ നമ്മുടെ ഫെൻഡറിന്റെ അവിടെ ഒക്കെ വരുമ്പോഴത്തേക്കിനും അവിടെയും ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അത് നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകുമ്പോൾ പറയാം. പിന്നെ ഫ്രണ്ടിൽ ഓവറോൾ ഇത്രയാണ് ഡിസൈൻ ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ളത്. നമുക്ക് ഇനിയിപ്പോ സൈഡ് ഡിസൈൻ കൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫെൻഡറിന്റെ ഈ ഒരു ഫെൻഡർ നമുക്കൊരു സ്ക്വയർ രീതിയിലാണ് നമുക്ക് കാണാവുന്നത്. അതായത് ഇപ്പം ഓഫ് റോഡിങ് വെഹിക്കിളിനൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സ്ക്വയർ രീതിയിലാണ് ഫെൻഡർ വന്നേക്കുന്നത്, ഓവൽ ഷേപ്പിലല്ല. അത് കൂടുതലും ഒരു ആർട്ടിക്കുലേഷനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ നല്ല വീൽ ട്രാവലും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്സ് ആണ്, ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ 17 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത് വെഹിക്കിളിന്. അത്യാവശ്യം നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു അലോയ്സ് ആണ്. എന്നിട്ട് വീൽ സൈസ് വരുമ്പോഴത്തേന് 215 16R17 ആണ് വീൽ സൈസ്, അതായത് ടയർ സൈസ് വരുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് മിറേഴ്സിലും നമുക്ക് 360യുടെ ഈ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബോഡി കളർ ആണ് ആ ഒരു ബ്ലൂ കളർ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മേളിൽ നമുക്കൊരു റെയിൽ കാണാം, റൂഫ് റെയിൽ കാണാം. ഈ ഒരു സിൽവർ ഫിനിഷ് ആണ് റൂഫ് റെയിൽ വരുന്നത്. പിന്നെ സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്, പനോരമിക് സൺറൂഫ് ആണ്. അത് നമുക്ക് ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. പിന്നെ കീലെസ് എൻട്രിയുടെ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഷോൾഡർ ലൈനിൽ, അതായത് ഈ ക്രോമിയം സ്ട്രിപ്പ് പോലെ പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഹൈബ്രിഡ് ആണെന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ട് എടുത്തറിയുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ബാക്കിൽ തന്നെ കയറി പോകുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4345 ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് വരുമ്പോഴത്തേക്കിനും 2600 ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നത് 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കാരണം SUVക്കൊക്കെ വേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. 4 വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് വെഹിക്കിളിന്.
പിന്നെ വേണ്ട ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. 5 സീറ്റർ ആണെങ്കിലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നത്, പക്ഷെ അത് ആ ഡിസൈനിന് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ഒരു വൃത്തികേട് വരാത്ത രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് ഈ ഒരു ഡീ പില്ലറിലേക്ക് കണ്ട് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഒരു ക്രോമിയം സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അത്രയാണ് സൈഡ് ഡിസൈൻ. ഇനിയിപ്പോ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോവാം. റിയർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും പക്ക സ്പോർട്ടി എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. കാരണം ഈ ഒരു മെയിൻ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. LED ആണ്, ഫുള്ളി LED ടെയിൽ ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അത് നല്ല കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് കാണാം നമുക്ക്. സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് വരുന്നത്. പിന്നെ ഗ്രാൻഡ് വിറ്റാറ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം, സുസുക്കിയുടെ ലോഗോ. പിന്നെ നമുക്ക് ഡിഫോർഗർ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടൊരു സ്പോയിലർ വരുന്നുണ്ട് വിത്ത് സ്റ്റോപ്പ് ലാമ്പ് ആണ്. പിന്നെ റിയർ വൈപ്പറും വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഇതേ ഒരു ഷാർക്ക് ഫിന്നാൻഡിന്റെ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത്. ഇനി ഈ ഡാർക്ക് ഗ്രേ ഫിനിഷ് ആണ് നമുക്ക് ഈ ഒരു ബാക്കിൽ ഈ ബമ്പറിന്റെ താഴെ വരുന്നത്. ഇത് ബമ്പർ വരും, ബമ്പറിന്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ വരുന്ന ഭാഗം വന്നേക്കുന്നതും ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷിലാണ്. അത് പക്ഷേ ഈ കളറുമായിട്ടൊക്കെ നല്ല മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലാമ്പും റിഫ്ലക്ടറും വരുന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് കൊടുത്തത്, വെർട്ടിക്കലായിട്ട് ആ ഒരു രീതിയിലാണ് കൊടുത്തത്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു സ്പോർട്ടി നേച്ചർ വരുന്നുണ്ട് ആ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കാണാം സെൻസേഴ്സ്. പിന്നെ വേണ്ട ക്യാമറ. ഇത്രയാണ് നമുക്ക് ബാക്കിലെ ഡിസൈൻ പറയാനുള്ളത്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ആ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാണ് ഇങ്ങനെ ഇത് വന്നേക്കുന്നത്. പിന്നെ കമ്പനി ഇതൊരു ഐഡിയപരമായിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തട്ട് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാരണം പാരലി നമുക്കിപ്പോൾ ഒരു ലഗേജ് ഒക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസ് കൊടുത്തേക്കുന്നത്. 255 ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് വെഹിക്കിളിന്. ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെറിയ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം, ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കണ്ടെത്താം. അതിങ്ങനെ ഇപ്പൊ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ വന്നിട്ട് ഇവിടെ നമുക്കൊരു ലാമ്പ് വരുന്നുണ്ട്, ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ വേണ്ട ഒരു പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഡിക്കിയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. ബൂട്ട് സ്പേസ് എത്രയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഈ ഒരു ബാറ്ററി പാക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെയാണ് ആ ഒരു കുറച്ച് കോംപ്രമൈസ് ആകുന്നത് ബൂട്ട് സ്പേസ്. എങ്കിലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കൊരു രണ്ട് പെട്ടിയൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഇതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മുടെ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാറയുടെ ഇന്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ കണ്ണിൽ പെടുന്നത്. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് പോലെ നമുക്കൊരു ഗോൾഡൻ കളറിൽ പോലെ വരുന്നുണ്ട്. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട്, ആ ബ്ലാക്കിന് ചേരുന്നുണ്ട് കാണാൻ. പിന്നെ വേണ്ട ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് ആ ഒരു ഗോൾഡൻ പോലെ ഒരു ഫിനിഷിൽ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്താ പറയുന്നത്, ഒത്തിരി അങ്ങ് ഒരുപാട് ഡിസൈനിന്റെ ഒരു എലമെന്റ്സ് ഒന്നും ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. AC വെൻസ് ഒക്കെ ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷിൽ, ചുറ്റിനൊരു ഗ്ലോസി ഫിനിഷിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഞാനിപ്പോ ഇഗ്നിഷൻ ഓൺ ആയി കാണിക്കാം. യെസ്, സുസുക്കിയുടെ ലോഗോ ഒക്കെ വന്നിരിക്കുന്നത് 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള എല്ലാം അറിയാം. നമുക്ക് കണ്ട ആവറേജ് മൈലേജ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫ്യൂവലിന്റെ ആ ഒരു എക്കണോമിക് അതൊക്കെയാണ് ഈ കാണിക്കുന്നത്.
പിന്നെ വന്നിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റ് വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ആവറേജ് സ്പീഡ്, പിന്നെ നമുക്ക് കണ്ട ഫ്യൂവൽ എക്കണോമി, എനർജി ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് കണ്ടോ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നതും പിന്നെ എഞ്ചിനിൽ നിന്ന്, അതിപ്പോൾ ഡ്രൈവിന് പോകുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും ആ ഒരു എനർജി ഫ്ലോ വരുന്നത്. ഇപ്പൊ എഞ്ചിൻ ഓൺ ആകുന്ന സമയത്ത് ഇവിടുന്ന് നമ്മളിങ്ങനെ എനർജി വരുന്ന ആ ഒരു ഫ്ലോ കാണിക്കുന്നതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളും, TPMS വരുന്നുണ്ട്, വയർലെസ് ചാർജർ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയായിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെന്റ് ആണ് നമുക്ക്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും AC വെന്റിന് ചുറ്റും തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന ആ ഒരു നല്ല ഇങ്ങനെ ഒരു താഴോട്ട് ഇങ്ങനെ ഒരു എന്താ ഒരു വാട്ടർഫോൾ ഡിസൈൻ പോലെ നമുക്ക് താഴോട്ട് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ടോഗിൾ സ്വിച്ചസ് ആണ് നമുക്ക് AC വരുന്നത്. അതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രീനും കാണാം. ഓട്ടോ ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ താഴെ വരുമ്പോൾ ട്രാക്ഷന്റെ ഓഫ് സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു 12 വോൾട്ട് ഉണ്ട്. പിന്നെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ECVT ആണ്. നമ്മളിപ്പോ ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ECVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. അതിന്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം, ഇതാണുണ്ടോ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ആയതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിലെല്ലാം കാണുന്നുണ്ട്. നമുക്ക് എല്ലാ മോഡിലും നമുക്ക് കാണാം. ഇവിടെ സൈഡിൽ വെഹിക്കിളിന്റെ കണ്ട് ഇപ്പൊ സൈഡിലെ ആ ഒരു എന്തൊക്കെ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത്രയാണ് അവിടെ നമുക്ക് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഡെഡിക്കേറ്റഡ് EV മോഡ് ഉണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് 3 മോഡിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് നമുക്ക് ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നോർമൽ ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് വെഹിക്കിളിന് വരുന്നത്, ഇലക്ട്രോണിക് അല്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൈസിൽ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. വിത്ത് സ്റ്റോറേജ് ആണ്. അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല സീറ്റ്സ് വരുന്നത്, നോർമൽ ആണ്. ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയുള്ള സീറ്റാണ്. പക്ഷെ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇലക്ട്രിക് അല്ല. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് പറയാനുള്ള ആദ്യം ഇവിടെ ഒരു 7 ഇഞ്ചിന്റെ ഒരു TFT സ്ക്രീൻ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും ഈ സ്ക്രീനിൽ. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡിജിറ്റലി നല്ല ലേഔട്ട് ഒക്കെ കൊടുത്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ താഴോട്ട് വരുന്ന സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്കിനും പക്ക ഒരു മാരുതിയുടെ ഒരു തനത് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വെഹിക്കിളിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ മാനേജ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്യാവുന്ന അതിന്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇവിടെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ് കാണാം. റൈറ്റ് സൈഡിൽ വന്നിട്ട് ക്രൂസ് കൺട്രോൾ വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ കൺട്രോളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ ഇവിടുത്തെ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാറ്റാം. പിന്നെ വന്നിട്ട് അതിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടാണ് നമുക്ക് നമ്മുടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാണാവുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇത് നമുക്ക് സറൗണ്ടിങ്സ് കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ആണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ആണ് വരുന്നത്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ, അല്ലാത്ത സമയത്ത് ഓപ്പൺ ആകത്തില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. ഇവിടെയാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ IRVM ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഡോറെല്ലാം ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് കത്തി കിടക്കുന്നത്. പിന്നെ നമുക്ക് വാനിറ്റി മിറേഴ്സ് വരുന്നുണ്ട്. വിത്ത് ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലും ഉണ്ട്. യെസ്, ഇവിടെ ഉണ്ട് വിത്ത് ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ സൺറൂഫ് കണ്ടോ, ഇത് ഫുള്ളി ഓപ്പൺ ചെയ്യാം. നമുക്ക് നല്ല വലിയ സൺറൂഫ് ആണ്. ഇതിനകത്ത് വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസും നമുക്ക് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു ഫുൾ വ്യൂ നമുക്ക് ഇത്രയും ഒരു വൈഡറായിട്ടുള്ള ഒരു ഗ്ലാസ് ഓപ്പണിങ് കിട്ടുന്നുണ്ട് നമുക്ക് വെഹിക്കിളിന്.
യെസ്, അപ്പൊ നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് പിന്നത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കാമായിരുന്നു തോന്നി. അതാണ് ഒരു ചെറിയൊരു ഇത് തോന്നിയത്. പിന്നെ നമുക്ക് ഹെഡ് ലാംപ്സ് ഒക്കെ വന്നിട്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ്. അതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു വെഹിക്കിളിനെല്ലാം അണ്ടർസ്റ്റുഡ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ സീറ്റ് ആണെങ്കിലും അടിപൊളി സീറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് ആണ്. സീറ്റിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ തന്നെയല്ല നല്ല ബാക്ക് ഒക്കെ നമ്മുടെ ലംബാറൊക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഒരു നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. വേണ്ടോ, ഈ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റ് ബെൽറ്റ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഇപ്പോഴത്തെ എല്ലാ വെഹിക്കിളിനും ഇത് കോമൺലി വരുന്നുണ്ട്. ഞാൻ പിന്നെ എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗ്ലൗ ബോക്സ് നമുക്ക് ഇത്ര ഈ ഒരു രീതിയിലാണ് ഗ്ലൗ ബോക്സ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഗ്ലൗ ബോക്സിൽ. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഡോർ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ആ ഒരു ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു നമ്മുടെ ഡോർ ഹാൻഡിലിന്റെ അവിടെ നമുക്കൊരു ഗോൾഡൻ ആ ഒരു സ്ട്രിപ്പ് പോലെ വരുന്നുണ്ട്. അത് ഈ ഫുൾ ബ്ലാക്ക് ഇനി ഒരു ഇത് വരുമ്പോൾ അവിടെ ആ ഒരു ഗോൾഡൻ ഫിനിഷ് വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് വെഹിക്കിളിന്. ആ ബ്ലാക്ക് ഇന്റീരിയർ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറെ ഒരു കൺവീനിയന്റ് ആണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ബ്ലാക്ക് ഇന്റീരിയർ കുറച്ചുകൂടെ ബെറ്റർ ആണ്. യെസ്, അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ ഇന്റീരിയർ ഫ്രണ്ടിലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് നേരെ ബാക്ക് സീറ്റും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഗ്രാൻഡ് വിറ്റാറയുടെ ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബാക്കിൽ 2 AC വെന്റ്സ് വരുന്നുണ്ട്. 2 AC വെന്റ്സ് ഇങ്ങനെ ഒറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ ഒരു ചെറിയൊരു മൊബൈലൊക്കെ വെക്കുമ്പോൾ നമുക്കിവിടെ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ഫയൽ പോക്കറ്റ്സ് ഒക്കെ നമുക്ക് സീറ്റിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂം വരുന്നുണ്ട്. ഞാൻ ഇരുന്നിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഇത്ര ഒരു രീതിയിലൊരു ഹെഡ് റൂം വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ആം റെസ്റ്റിനകത്ത് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്കും കമ്പനി ഇരിക്കാവുന്ന രീതിയിൽ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു വേറൊരു ഗുഡി ഫീച്ചർ ഉണ്ട്. അതായത് ഈ ആം റെസ്റ്റ് നമ്മൾ ഹാർഡ് ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ തെറിച്ച് ബാക്കിൽ ആളില്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ വേറെ വെഹിക്കിളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അത് കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ടണൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലാണ് ടണൽ വരുന്നത്. വലിയ രീതിയിൽ റേസ് ചെയ്ത് നിൽക്കുന്നില്ല ടണൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നീ റൂം കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ലെഗ് റൂം ആണെങ്കിലും കുഴപ്പമില്ല. ഹെഡ് റൂം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ പുറത്തേക്കുള്ള ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നമ്മുടെ ഒരു ഷോൾഡർ ലെവലിൽ ഈ ഒരു ലെവലിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ വ്യൂ ഒന്നും കട്ടാവുന്നില്ല, താഴെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പുറത്തോട്ടുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു 1 ലിറ്റർ വെക്കാവുന്ന രീതിയിൽ 1 ലിറ്റർ ബോട്ടിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഡോർ പോക്കറ്റ്സ് ഒക്കെ. സെയിം ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഫുള്ള് ബാക്ക് ഡോറും കൊടുത്തേക്കുന്നത്. ആ ഒരു ഗോൾഡൻ ഫിനിഷ് അവിടെയും കാണാം നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ ഓൺ ആക്കാവുന്ന രീതിയിലുള്ള ഒരു റീഡിംഗ് ലാംപ്സും വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാം. കണ്ടോ, ഇതിപ്പം ഫുൾ റിക്ലൈൻ ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഇങ്ങനെ മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വിടാം. കണ്ടോ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഫുൾ റിക്ലൈൻ ചെയ്തിടാം. പിന്നെ ഐസോഫിക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഐസോഫിക്സ് മൗണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് 6 എയർ ബാഗ്സ്, കട്ടൺ എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. അപ്പൊ അത്രയാണ്. നമുക്ക് ഇനിയിപ്പം വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് എങ്ങനെയൊക്കെയുണ്ട് വെഹിക്കിളിന്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാൻഡ് വിറ്റാറയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, നമുക്ക് ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് നമ്മളിപ്പോ കൊണ്ടുവന്നേക്കുന്ന ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്നത്. ഹൈബ്രിഡ് എഞ്ചിനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്.
അതിനകത്ത് 1.5 ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിളിന് വരുന്നത്. പവർ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കിനും 116 PS പവറാണ് വെഹിക്കിളിന് വരുന്നത്. 141 NM ടോർക്കും വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്റ്റാർട്ടിങ് ആണെന്ന് നമുക്ക് ഒരു രീതിയിലും മനസ്സിലാകത്തില്ല. അത്ര റിഫൈൻഡ് ആണ് വെഹിക്കിൾ. കാരണം നമ്മൾ ഈ ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ മാത്രം ഇവിടെ റെഡി എന്ന് എഴുതി കാണിക്കുക, അന്നേരം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം ബാറ്ററിയിലാണ് നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ റിഫൈൻമെന്റ് ലെവലൊക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. പിന്നെ വന്നിട്ട് നമുക്ക് വെഹിക്കിളിന്റെ ഒരു പവർ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. ഈ 3 സിലിണ്ടർ എഞ്ചിനിൽ നമുക്ക് എന്താ പറയുന്ന ആ ഒരു എവിടെങ്കിലും ഒരു പവർ കുറവ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് അഥവാ അത് ചെറിയ രീതിയിൽ ഫീൽ ചെയ്താലും അത് നികത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ബാറ്ററി അത് പുഷ് ചെയ്യുന്നുണ്ട്, മോട്ടോർ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഡ്രൈവ് ചെയ്ത് ഓടിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു അങ്ങനെയുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ECVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹയർ സ്പീഡിലോട്ടൊക്കെ എത്താനൊന്നും വലിയ ലാഗ് ഇല്ലാതെ തന്നെ വെഹിക്കിള് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പീഡ് പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്തെത്തുന്നുണ്ട്. പിന്നെ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിന് ഫ്രണ്ടിൽ വരുന്നത് മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് വരുന്നത്, ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പും ആണ് വരുന്നത്. നല്ല സസ്പെൻഷൻ ആണ്. കാരണം ഞാനിവിടെ കുറച്ച് ബാഡ് റോഡ്സിലൊക്കെ പോയിട്ടാണെങ്കിൽ പോലും ആ ഒരു ട്യൂണിങ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കാരണം ഒരു എന്താ പറയുന്നത്, ഒത്തിരി അങ്ങ് നമുക്കൊരു സ്റ്റിഫർ ആക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒത്തിരി സോഫ്റ്റോ ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം റേഞ്ചിലാണ് ഈ ഒരു സസ്പെൻഷൻ ട്യൂണിങ് പോയത്. അതുകൊണ്ട് നല്ല ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റിയറിംഗ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ഓവറായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങളോ അല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല പറ്റുന്ന രീതിയിലാണ്. സിറ്റിയിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓവറോൾ നമുക്ക് മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മൈലേജ് കിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് SUV എന്നാണ് അറിയപ്പെടുന്നത് ഈ വെഹിക്കിളിന്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെഹിക്കിളിന് സിംഗിൾ ടാങ്കില് 1200 കിലോമീറ്റർ റേഞ്ച് കിട്ടിയെന്നാണ് നമ്മുടെ കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. ഇതൊന്നും പറയാനായിട്ട് നമുക്ക് ഈയിടെയുള്ള റീസെന്റ് ഉള്ള ഒരു എന്താ പറയുക 1400 സംതിങ്ങോളം കിലോമീറ്റർ റേഞ്ച് കിട്ടിയെന്ന് ഫുൾ ടാങ്ക് പെട്രോളിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതൊക്കെ റെഫർ ചെയ്തപ്പം നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായിരുന്നു എന്നുള്ളത് വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഫുൾ ടാങ്ക് പെട്രോൾ 1400 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയൊരു റേഞ്ച് തന്നെയാണ്. കേരളത്തിൽ നിന്ന് മുമ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഈ 1400 ഏകദേശം അത്രയും കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്ക്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഏകദേശം ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും, ഞാനിപ്പോ 1-2 പേരൊക്കെ തിരക്കിയപ്പോഴാണെങ്കിലും 27 ഒക്കെ കിട്ടുന്ന കസ്റ്റമർ ഉണ്ട്, അതിന് മേളിൽ കിട്ടുന്നവരും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല റാഷായിട്ടൊക്കെ ഓടിച്ചാൽ പോലും എനിക്ക് നല്ല റാഷ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു 18+ കണ്ണുടച്ച് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും ഡ്രൈവ് ഒക്കെ എടുത്തപ്പോഴാണെങ്കിലും എനിക്ക് കാണിക്കുന്നത് 18.5. ഇതിലൂടെ നമുക്ക് സ്ക്രീനിൽ കാണാം 18.5 ആണ് ആവറേജ് കാണിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാം. കാരണം നമ്മൾ ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ട് എപ്പോഴും നിർത്തി എടുത്തും പിന്നെ കുറച്ച് സ്പീഡിലും ഒക്കെ ഓടിക്കും. ഇവിടെ കുറച്ച് ബാഡ് റോഡ്സ് ഒക്കെ ഉണ്ട്, എന്നിട്ട് പോലും എനിക്ക് 18.5 കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ലോവർ സ്പീഡിലൊക്കെ എപ്പോഴും അതായത് EV മോഡിൽ തന്നെ, ഇവിടെ നമുക്ക് EV മോഡ് ഉണ്ട്. അപ്പൊ EV മോഡിൽ തന്നെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടും കൂടാണ് ഇത്രയും ഒരു മൈലേജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിലൊന്നും നമ്മൾ ഒട്ടും അറിയുന്നേ ഇല്ല. അതൊക്കെ ആ റിഫൈൻമെന്റ് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഒരു രീതിയിലും നമ്മൾ അറിയുന്നില്ല. അതായത് EVയിൽ നിന്ന് നേരെ എഞ്ചിൻ ഓൺ ആകുന്ന സമയത്താണെങ്കിൽ പോലും ഒന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു എനർജി ഫ്ലോ കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ എഞ്ചിനിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് 6 എയർ ബാഗ്സ്, കട്ടൺ എയർ ബാഗ്സ്, TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോള്, അങ്ങനെയുള്ള ABS, EBD ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പറഞ്ഞ തീരാത്തത്ര ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. യെസ്, അപ്പൊ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ വീഡിയോ അത്രയൊക്കെയാണ്. ഇന്ന് നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാലാരിവട്ടത്തുള്ള പോപ്പുലർ നെക്സ ഷോറൂം ആണ്.
നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് വിറ്റാറോ നല്ല ബലീനോ അല്ലെങ്കിൽ ജിമിനി ഇങ്ങനെയുള്ള ഏത് നെക്സൈഡ് അണ്ടറിൽ വരുന്ന ഏത് വെഹിക്കിൾ ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസോ ഒക്കെ അറിയാൻ വണ്ടി സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് ഞാൻ അവിടുത്തെ എക്സ്പേർട്ട് റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടുള്ള ഹൈക്കസിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പുള്ളി ഡീറ്റെയിൽസ് എല്ലാം തരുന്നതായിരിക്കും വെഹിക്കിളിന്റെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ത്രൂ ഔട്ട് വീഡിയോസ് എല്ലാം കൂടുതൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെയാണ്. താങ്ക് യു സോ മച്ച്.